ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊക്കെ ഉറുദുവിൽ പരീക്ഷ എഴുതുമ്പോഴും അല്ലാതെ ഉറുദുവിൽ എന്ത് എഴുതുമ്പോഴും പലപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് ഹേ, ഹൈം, ഹോ എന്നതൊക്കെ എവിടെ ഉപയോഗിക്കും, അതുപോലെ തന്നെ കാ, കെ, കി എന്നൊക്കെ എവിടെ ഉപയോഗിക്കും, ബഹുവചനമാകുമ്പോൾ എന്താണ് പറയുക, സ്ത്രീലിംഗമാകുമ്പോൾ എന്താണ് പറയുക, എങ്ങനെ ഉറുദുവിലെ ഗ്രാമറിലെ ചെറിയ ചെറിയ സംശയങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊരു പേനയാണ് എന്ന് പറയണമെങ്കിൽ പേന എന്നുള്ളതിന് കലം എന്നാണെന്ന് ഉറുദുവിൽ നമുക്കറിയാം. ഇത് എന്നുള്ളതിന് ഹേ എന്നും അറിയാം. എന്നാൽ ഏ കലം ഹേ എന്നാണോ, ഹോ എന്നാണോ, ഹൂം എന്നാണോ, ഹൈം എന്നാണോ, നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും. ഇത് സൽമാൻ്റെ പേനയാണ് എന്നുള്ളതിന് ഏ സൽമാൻ കാ കലം ഹേ, സൽമാൻ കീ കലം ഹേ, സൽമാൻ കോ കലം ഹേ, ഏതാണ് എന്ന് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഉറുദുവിലെ ബേസിക് ഗ്രാമറാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും MS സൊല്യൂഷൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഖുഷ് ആമദീദ് സ്വാഗതം. നോക്കൂ, അടിസ്ഥാന പദങ്ങൾ ആകുന്നു, ആണ്, ഉണ്ട് എന്നർത്ഥം വരുന്ന ഹേ, ഹൈം എന്നീ വാക്കുകൾ എവിടേക്കോ ഉപയോഗിക്കാം എന്നാണ് ആദ്യം പറയുന്നത്. അവൻ, അവൾ, അത്, ഇവൻ, ഇവൾ, ഇത്, ഇത്രയും അർത്ഥങ്ങൾ വരുമ്പോൾ ഹേ എന്ന് ഉപയോഗിക്കും. വോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വോ, അത്, അതുപോലെ തന്നെ അവൻ, അവൾ, ഈ മൂന്നിനും വോ എന്ന് ഉപയോഗിക്കും. വാവ്, ഹാ, വഹ് എന്നോ വോ എന്ന് എന്ത് ചെയ്യും? അവൻ, അവൾ, അത് എന്നുള്ളതിന് ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ കൂടെ ഹേ എന്ന വരിക. ഉദാഹരണത്തിന് വോ ഏക്ക് ലഡ്ക ഹേ, അവനൊരു ആൺകുട്ടിയാണ്. അല്ലെങ്കിൽ വോ ഏക്ക് തോലിബ് ഹേ, അവനൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വോ എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? ഹേ വരും. അവൻ എന്ന് വരുമ്പോൾ പിന്നെ അവൾ, വോ ഏക്ക് അച്ചി ലഡ്കി ഹേ, എന്താ വരിക? ലഡ്കി ഹേ എന്ന് വരും. അതുപോലെ തന്നെ ഇനി അടുത്തുള്ളത് പറയുമ്പോൾ നമ്മൾ ഏ എന്ന് ഉപയോഗിക്കാം. ഇത് ഏ ഏക്ക് കലം ഹേ, ഇതൊരു കലമാണ്. അതുപോലെ തന്നെ തൂ, ഈ ഉറുദുവിൽ തൂ എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം. തും എന്നുണ്ട്, തൂ എന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. തും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബഹുമാനിച്ചാണ്ട് വിളിക്കുന്നതാണ് തും എന്നുള്ളത്. തൂ എന്ന് പറഞ്ഞാൽ തീരെ ബഹുമാനമില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷനിലെ ഭാഷ എന്നൊക്കെ പറയും തൂ എന്ന്. ഈ തൂ ഉപയോഗിക്കുമ്പോൾ, നീ എന്നത് ഉപയോഗിക്കുമ്പോൾ ഹേ എന്നാണ് പറയുക. അപ്പോൾ ഈ മൂന്നും വരുമ്പോഴാണ് ഹേ എന്ന് പറയുന്നത്. അവന്, അവള്, അത്, ഇവന്, ഇവള്, ഇത്, അതുപോലെ തന്നെ തൂ എന്ന് ഉപയോഗിക്കുമ്പോഴും ഹേ എന്ന് പറയും. ഇനി ഹൈം എന്നുള്ളത് എവിടെ ഉപയോഗിക്കും? അവർ, അവകൾ, അദ്ദേഹം, അതായത് ബഹുവചനമാകുമ്പോഴാണ് ഹൈം ഉപയോഗിക്കുക. ഏകവചനമാകുമ്പോൾ ഇവൻ ഒരു ആൺകുട്ടി ഹേ, എന്നാൽ ഇവർ ആൺകുട്ടികൾ, ഹൈം എന്ത് ചെയ്യും? ബഹുവചനം ഉപയോഗിക്കും. അപ്പൊ ഹൈം എന്ന് പറഞ്ഞാൽ അവർ, അവകൾ, അദ്ദേഹം. വോ എന്നുള്ളതിന് അവർ എന്നർത്ഥം വെക്കുമ്പോഴും അവകൾ, അദ്ദേഹം എന്നർത്ഥം വെക്കുമ്പോഴും ഇവിടെ ഹൈം എന്ന് ഉപയോഗിക്കും. അപ്പോൾ വോ എന്നുള്ളത് അവർ എന്നുള്ളതിനും അവൻ എന്നുള്ളതിനും വരും. സാഹചര്യത്തിനനുസരിച്ച് മാറും. എന്തായാലും ബഹുവചനമായി വരുമ്പോൾ അതിൻ്റെ കൂടെ ഹൈം എന്നായിരിക്കും. അതേപോലെ തന്നെ ഏ എന്നുള്ളതിന് ഇവർ, ഇവകൾ, ഇദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും? ഹൈം വരും. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരിക്കലും ബഹുവചനമാവില്ലല്ലോ. അദ്ദേഹം എന്ന് പറയുമ്പോൾ എന്തോല? ബഹുവചനമാവുകയില്ല. അത് രണ്ടും ബഹുവചനമല്ല. അതായത് അദ്ദേഹം എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ, ബഹുവചനം അല്ല. എങ്കിലും എന്ത് ചെയ്യും? ഇവിടെ ബഹുവചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹൈം ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ബഹുമാനിക്കും. ഒരു ബഹുമാനം ഉണ്ടാകും അല്ലേ? ഒരു ബഹുമാനം ഉണ്ടാകും. ആ ബഹുമാനത്തിൻ്റെ കാരണം കൊണ്ടാണ്, ബഹുമാനം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഹൈം ഉപയോഗിക്കുന്നത്. ബഹുമാനം ഉണ്ടാകുമ്പോൾ ഹൈം എന്ന് തന്നെ ഉപയോഗിക്കണം. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെക്കുറിച്ചോ ബഹുമാനിക്കപ്പെടുന്ന ആളെ കുറിച്ചോ ആകുമ്പോൾ അദ്ദേഹം എന്ന് പറയും. യഥാർത്ഥത്തിൽ അദ്ദേഹം, ഇദ്ദേഹം എന്നുള്ളത് ബഹുവചനമല്ല, ഒരാളെ ഉള്ളൂ. എങ്കിലും എന്ത് ചെയ്യും? ഹൈം ഉപയോഗിക്കും. ഇനി ഹോ എന്നുണ്ട്, ഹൂം എന്നുണ്ട്. ആകെ 4 ഉള്ളൂ. ഹേ, ഹൈം, ഹോ, ഹൂം, 4 ഉള്ളൂ. ഇവിടെ ഒന്നും പിഴക്കാനില്ല. സിമ്പിളായിട്ട് പഠിക്കാം. തുമ്മിൻ്റെ കൂടെ ഹോ, മേമിൻ്റെ കൂടെ ഹൂം. തും, നീ എന്നുള്ളതിൻ്റെ കൂടെ ഹോ എന്ന് പറയും. തും ഏക്ക് പോലീസ് ഹോ, നീ ഒരു പോലീസുകാരനാണ്. മേം ഏക്ക് പോലീസ് ഹൂം, ഞാനൊരു പോലീസാണ് എന്നുള്ളത് എന്ത് പറയും? ഹൂം എന്ന് പറയും. അപ്പോൾ തുമ്മിൻ്റെ കൂടെ ഹോ, മേമിൻ്റെ കൂടെ ഹൂം എന്നെന്ത് ചെയ്യും? ഉപയോഗിക്കും. തും, ഹോ, മേം, ഹൂം. ഇത്രയാണ് ഹേ, ഹൈം, ഹോ, ഹൂം എന്ന് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. ഇനി നമ്മളതിന് കുറച്ച് ഉദാഹരണം പറയാം കേട്ടോ. ഹേ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ മാത്രം പറയാണ്. വോ കോൻ ഹേ, അവൻ ആരാണ്. വോ അവൻ ആരാകുന്നു. വോ കോൻ ഹേ.
വോ കോൻ ഹേ, അവൾ ആരാകുന്നു എന്നുള്ളതിനും വോ എന്ന് തന്നെ പറയും. ഇപ്പൊ വോ എന്നുള്ളതിന് അവൻ എന്നും പറയും, അവൾ എന്നും പറയും. വോ കോൻ ഹേ, അത് ആരാകുന്നു എന്നും പറയും. ഇപ്പൊ മൂന്നർത്ഥം വന്നു. അവൻ ആരാണ്, അവൾ ആരാണ്, അത് ആരാണ്. ഇങ്ങനെ മൂന്നർത്ഥവും വോ എന്നുള്ളതിന് വന്നു. ഇനി ഏ കോൻ ഹേ എന്നുള്ളതിന് ഇവൻ ആരാകുന്നു, ഏ കോൻ ഹേ ഇവൾ ആരാകുന്നു. ഇവിടെ ഏ കോൻ ഹേ മറ്റൊന്നുകൂടി പറയുകയാണെങ്കിൽ ഇത് ആരാകുന്നു. അപ്പോൾ മൂന്നർത്ഥത്തിന് എന്ത് ചെയ്യും? ഏ എന്നുള്ളത് ഇവൻ, ഇവൾ, ഇവൻ, ഇവൾ, ഇത്, ഇങ്ങനെ മൂന്നർത്ഥത്തിന് എന്ത് ചെയ്യും? ഏ വരും. ഇതിനൊക്കെ കൂടെ ഹേ എന്നാണ് വരിക. ഇനി ഹൈം ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉദാഹരണം നോക്കൂ. ഏ കോൻ ഹേ, ഇവ ആരാകുന്നു. കുറേ സാധനങ്ങളുണ്ട്, ഇവരെങ്ങനെ കുറേ ആൾക്കാരെ കണ്ടിട്ട് ഇവ ആരാകുന്നു എന്നുള്ളതിന് ഏ കോൻ ഹൈം എന്ത് ചെയ്യും? ബഹുവചനമായതുകൊണ്ട് ഹൈം ഉപയോഗിക്കും. ബഹുവചനം ഉറുദുവിൽ ജം എന്ന് പറയും, മറ്റേ ഏകവചനം മുഫ്രദ് എന്നും പറയും. അതായത് സിംഗുലർ എന്ന് ഇംഗ്ലീഷിൽ പറയും, പ്ലൂരൽ എന്ന് ബഹുവചനത്തിലും ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ സിംഗുലർ, പ്ലൂരൽ, ഇങ്ങനത്തെ എന്താണ്? പ്ലൂരലാണ്. ഹൈം എന്നുള്ളത് എന്താണ്? ഇവ ആരാകുന്നു എന്നുള്ളതിന് ബഹുവചനമായതുകൊണ്ട് ഹൈം എന്നാണ് പറയുക. പിന്നെ ഏ കോൻ ഹൈം, ഇദ്ദേഹം ആരാകുന്നു. ഇവിടെ ഉണ്ടോ? ഏ കോൻ, ഇവിടെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുക, ഇദ്ദേഹം എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത്. അതുകൊണ്ട് അവിടെ ഹൈം ഉപയോഗിക്കും. പിന്നെ ആപ്പ് കോൻ ഹൈം, താങ്കൾ ആരാകുന്നു. അതും ബഹുമാനിച്ചുകൊണ്ടാണ്, ഒരാളെ ഉള്ളൂ എങ്കിലും ബഹുമാനിച്ചത് കൊണ്ട് തെക്രീമിന്റെ കാരണത്താൽ എന്ത് ചെയ്യും? നമ്മൾ ഹൈം ഉപയോഗിക്കും. പിന്നെ ഹം കോൻ ഹും, നമ്മൾ ആരാകുന്നു. ഹം കോൻ ഹും, അല്ലെങ്കിൽ നിങ്ങൾ ആരാകുന്നു എന്നൊക്കെ ഉള്ളതിന് എന്ത് ചെയ്യും? അവിടെയും ഹൈം എന്നുള്ളത് ഉപയോഗിക്കും. പിന്നെ വോ കോൻ ഹൈം, അവർ ആരാകുന്നു. ഇവിടെ ഹൈം ഉപയോഗിക്കാൻ കാരണം അവർ എന്നുള്ളത് ബഹുവചനമാണ്, കുറേ ആൾക്കാരുണ്ട്. വോ കോൻ ഹൈം എന്നുള്ളതിനും അവ ആരാകുന്നു എന്നുള്ളതും ബഹുവചനമാണ്. അതുപോലെ തന്നെ വോ കോൻ ഹൈം, അദ്ദേഹം ആരാകുന്നു. ഏ കോൻ ഹൈം, ഇവർ ആരാകുന്നു. ഇതിനൊക്കെ ഹൈം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് പലപ്പോഴും വാക്യങ്ങൾ എഴുതാൻ കഴിയില്ല. പരീക്ഷക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് പെന്നാണ് എന്നുള്ളത്, പെന്നിന് കലം എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് എന്നുള്ളതിന് എ എന്നും അറിയാം, പെന്ന് എന്നുള്ളതിന് കലം എന്നും അറിയാം. പക്ഷെ ഇതെങ്ങനെ ഇത് പെന്നാകുന്നു അല്ലെങ്കിൽ ഇത് പെന്നല്ല എന്നെങ്ങനെ കൂട്ടി എഴുതാം, എവിടെ ഹേ ഉപയോഗിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ കൂട്ടി എഴുതുന്നൊരു പാഠമാണ് അടുത്ത് പറയാൻ പോകുന്നത്. വാക്യങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്ന നമ്മുടെ രണ്ടാമത്തെ പാഠം പറയാം കേട്ടോ. ഒന്ന്, കലം എന്നുള്ള വാക്ക്. ഏ കലം ഹേ, ഇത് പെന്നാണ്. ഏ കലം ഹേ, ഇത് പേനയാകുന്നു എന്ന് പറയും. ഏ കലം ഹേ. അപ്പോൾ ഇത് പെന്നാണോ എന്നെങ്ങനെ ചോദിക്കുക? ഏ കലം ഹേ എന്ന് പറഞ്ഞാൽ ഇത് പെന്നാണ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കണം. ഇത് പെന്നാണോ എന്നെങ്ങനെ ചോദിക്കും? അതിൻ്റെ മുമ്പ് ഒരു ക്യാ ചേർത്ത് കൊടുത്താൽ അത് ക്വസ്റ്റ്യനായി മാറും. ക്യാ ഏ കലം ഹേ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചേർത്ത് കൊടുത്താൽ എന്താകും? അത് ക്യാ ചേർത്ത് കൊടുത്താൽ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അപ്പോൾ ഏ കലം ഹേ എന്ന് പറഞ്ഞാൽ ഇത് പെന്നാണ്. പെന്നാണോ എന്നുള്ളതിന് തൊട്ട് മുമ്പിൽ എന്ത് ചെയ്യുക? ഒരു ക്യാ ചേർത്ത് കൊടുത്താൽ ക്യാ ഏ കലം ഹേ, ഇത് പെന്നാണോ. മറ്റൊരു ഉദാഹരണം, മേം ഉസ്താദ് ഹൂം, ഞാൻ ഉസ്താദാണ് എന്നൊരാൾ പറഞ്ഞു. അല്ലെങ്കിൽ ഏ ഉസ്താദ് ഹേ, ഇതൊരു ഉസ്താദാണെന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെങ്ങനെ ചോദ്യമാക്കാം? ക്യാ ഏ ഉസ്താദ് ഹേ, ഒരു ക്യാ കൂട്ടി ചേർത്ത് കൊടുത്താൽ എന്ത് ചെയ്യും? അത് നേരെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. നമ്മൾ ഇംഗ്ലീഷിൽ മുമ്പ് എന്ത് ഡു അല്ലെങ്കിൽ ക്യാൻ എന്നൊക്കെ ചേർത്ത് കൊടുത്ത ക്വസ്റ്റ്യൻ ആവുമല്ലോ, അതേപോലെ എന്താവും ഇതിൽ ഉറുദുവിൽ ക്യാ എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ അത് നേരെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. ഇനി അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് പറഞ്ഞത്, പെന്നാണ്. അതുപോലെ തന്നെ ഇത് പെന്നാണോ, പോസിറ്റീവ് ആണ് നമ്മളിതിരെ പറഞ്ഞത്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള നോക്കൂ. ഏ കലം നെഹി ഹേ, ഇത് പെന്നല്ല. ഏ കലം നെഹീം ഹേ, ഇത് പെന്നല്ല. അതിൻ്റെ നെഗറ്റീവിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്യാ ഏ കലം നെഹി ഹേ, ഇതൊരു പെന്നല്ലേ. ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് പെന്നാണോ, ഇത് പെന്നല്ലേ. അപ്പം ക്യാ ഏ കലം നെഹി ഹേ, ഇതൊരു പേന അല്ലേ എന്നെന്ത് ചെയ്യും? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ. അപ്പോൾ എത്രയേ ഉള്ളൂ, ഒരു വാക്കിൻ്റെ ഒരു പോസിറ്റീവ് ആ വാക്കിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുക? ഒരു ക്യാ ചേർത്ത് കൊടുത്താൽ അത് ചോദ്യമായിട്ട് മാറും. ഇനി നമുക്ക് പറയാൻ പോകുന്നത്, നമ്മുടെ ഇംഗ്ലീഷിലുണ്ട് WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട്, വൈ, വിച്ച്, ഹൂ, ഇതിങ്ങനെ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഉറുദുവിൽ പറയാം? കോൺസ ഏത്, അതായത് വിച്ച് എന്നുള്ള എന്തറിയും? കോൺസ എന്ന് പറയും. അതുപോലെ തന്നെ അപ്പം നീ ഇൻ വിച്ച് ക്ലാസ് യു സ്റ്റഡിങ്, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഉറുദുവിൽ എന്ത് പറയും? കോൺസ ക്ലാസ് മേ ആപ്പ് പഠിത്താവും, നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ കോൺസ ക്ലാസ് മേ, ഏത് ക്ലാസ്സിലാണ്. വിച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് എന്ത് പറയും? നമ്മളിവിടെ വിച്ച് എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത്, ഉറുദുവിൽ കോൺസ എന്ന് പറയും. മറ്റൊന്ന് കബ് എന്നുള്ളതാണ്.
കബ് എന്നുള്ളത് എന്താണ് അർത്ഥം? എപ്പോൾ. വെൻ എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയല്ലോ, വെൻ. വെൻ വിൽ യു കം, നീ എപ്പോൾ വരും. കബ് തും ആയക, നീ എപ്പോൾ വരും. കബ് തും ആയക, നീ എപ്പോൾ വരും എന്നുള്ള കബ് എന്താ പറയും? വെൻ എന്നുള്ളത് നമ്മൾ കബ് എന്ന് പറയും. മറ്റേ കിസ്ക, നമ്മൾ ഹൂസ് എന്ന് ചോദിക്കല്ലോ, ഹൂസ് ആരുടെ, ആരുടെ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കും. അപ്പോൾ ഹൂസ് പെൻ ഈസ് ദിസ്, ഇത് ആരുടെ പെന്നാണ്. ഇതേപോലെ കിസ്ക, ആരുടെ എന്നുള്ളത് എന്താ പറയും? കിസ്ക എന്ന് പറയും. അതുപോലെ തന്നെ ക്യോ, എന്തിന്. വൈ എന്നൊക്കെ നമ്മൾ പറയല്ലോ, എന്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ അർത്ഥം പറയും. ഇപ്പം വൈ, എന്തുകൊണ്ട്. ക്യോം തും നെഹി ആയ, എന്തുകൊണ്ട് നീ വന്നില്ല. വൈ ഡിൻറ്റ് യു കം, എന്തുകൊണ്ട് നീ വന്നില്ല. വൈ ഡിൻറ്റ് യു കം നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന പോലെ ക്യോം തും നെഹി ആയ, എന്തുകൊണ്ട് നീ വന്നില്ല. മറ്റൊന്ന് ക്യാ എന്നുള്ളത്. ക്യാ എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് എന്ത് എന്നുള്ളത്. വാട്ട്. വാട്ട് ഈസ് യുവർ നെയിം, അപ്ക നാം ക്യാ ഹേ, നിന്റെ പേര് എന്താണ്. വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള പോലെ എന്ത് എന്നർത്ഥം. പിന്നെ കഹാം. കഹാം എന്നുള്ളത് എവിടെ എന്നർത്ഥം. വേർ, ഇംഗ്ലീഷിൽ പറയുന്ന വേർ. വേർ ആർ യു ഗോയിങ്, തും കഹാം ജാ രഹേ ഹൈ, നീ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. വേർ ആർ യു ഗോയിങ്. ഇങ്ങനെ എന്ത് ചെയ്യാം, കഹാം എവിടെ എന്നുള്ളതിന് ഉപയോഗിക്കാം. മറ്റൊന്നാണ് കോൻ. കോൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആര്. ഹു. ഹു ഈസ് ദിസ്, ഇത് ആരാണ്. ഏ കോൻ ഹൈം, ഇത് ആരാണ്. ഏ കോൻ ഹൈ എന്നുള്ളത് ഇത് ആരാണ് എന്നുള്ളതിന് എന്ത് ചെയ്യും? ഹു ഈസ് ദിസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് കോൻ എന്ന് ഉപയോഗിക്കും. പിന്നെ കിത്ന. കിത്ന എന്നുള്ളത് എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ഹൗ മച്ച് ഉപയോഗിക്കും, ഹൗ മെനി ഉപയോഗിക്കും. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം, ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ കിത്ന എന്നാണ് ഇത് രണ്ടിനും ഉപയോഗിക്കുക. കിത്ന എന്ന് പറഞ്ഞാൽ കിത്ന റുപ്പീസ്, ഹൗ മെനി റുപ്പീസ്, ഹൗ മെനി റുപ്പീസ് ഫോർ ദിസ് പെൻ, ഈ പെന്നിന് എത്ര രൂപയാണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്ത് ചെയ്യും? ഇവിടെ ഉറുദുവിൽ കലം കോ കിത്ന റുപ്യ ഹേ, ഇതിന് എത്ര പെന്നാണെന്ന് പറയും. അതുപോലെ തന്നെ ലാസ്റ്റ് ആണ് കൈസ എന്നുള്ളത്, എങ്ങനെ എന്നുള്ളത് എന്താണ് ലാസ്റ്റ്. ഇത്രയും WH ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉറുദുവിലുള്ളത്. വളരെ സിമ്പിളാണ്. പിന്നെ നമ്മൾ ഒരു ചോദ്യം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെന്താണ് മുമ്പൊരു ക്യാ ചേർത്ത് കൊടുത്താൽ ചോദ്യമായി മാറും. ഏതൊരു വാചകത്തിൻ്റെ കൂടെ, ഒരു വാക്യത്തിൻ്റെ കൂടെ മുമ്പിൽ ക്യാ ചേർത്ത് കൊടുത്താൽ അതൊരു ചോദ്യമായിട്ട് മാറും എന്ന് നേരത്തെ പറഞ്ഞു. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് ഒരു ചോദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ക്യാ എന്ന് കൂടി കൊടുത്ത് ചോദ്യം ആക്കേണ്ടതില്ല. ഓൾറെഡി ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് ഓനെ ഒരു വാക്കുണ്ടാക്കുന്നത്, ചോദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഇനി ക്യാ ചേർക്കേണ്ടതില്ല. ഇപ്പം ഞാൻ ഇവിടെ കുറേ ക്വസ്റ്റ്യൻ വേർഡ്സ് പറഞ്ഞല്ലോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ വേർഡ്സ് WH ക്വസ്റ്റ്യൻസ് വേർഡ്സുകളാണ്. ഇതിനോട് കൂടെയാണ് ഒരാൾ ഒരു ചോദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ ഇനി അവിടെയും അത് വീണ്ടും ചേർക്കേണ്ടതില്ല എന്ന് ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. നോക്കൂ, ഏ ക്യാ ഹേ, ഇതൊരു ചോദ്യമാണ്. ഏ ക്യാ ഹേ, അവിടെ ക്യാ കൊണ്ടാ തുടങ്ങുന്നത് തന്നെ. ഏ ക്യാ ഹേ അല്ലെങ്കിൽ ഏ കോൻസാ ഹേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എന്താണ് ആദ്യം തന്നെ ക്യാ ഏ ക്യാ ഹേ എന്ന് ചോദിക്കേണ്ടതില്ല. അല്ലെങ്കിൽ കോൻസ ഏ കോൻസ ഹേ, ഇവിടെ വീണ്ടും കോൻസ എന്ന് മുമ്പിൽ ചേർക്കേണ്ടതില്ല. മറ്റൊന്ന്, ഉത്തരമായി വരുന്ന പദത്തെ ക്വസ്റ്റ്യൻ ആക്കുവാൻ ക്യാ ഉപയോഗിക്കുന്നത്. എന്താണ്? ഉത്തരമായി വരുന്ന പദത്തെ ക്വസ്റ്റ്യൻ ആക്കുവാനാണ് ക്യാ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഏ കലം ഹേ, നമ്മൾ എപ്പോഴും ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് പെന്നാണെന്ന് ഒരാൾ മറുപടി പറയാം. അപ്പോൾ ആ മറുപടിയെ, അതാണ് പറഞ്ഞത്, ഉത്തരമായി വരുന്ന പദത്തെ ആ മറുപടി, ഇത് പെന്നാണെന്ന് ആ മറുപടിയെ ക്വസ്റ്റ്യൻ ആക്കുവാനാണ് നമ്മൾ ക്യാ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ക്യാ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏ കലം ഹേ, ഇതൊരു പെന്നാണ് എന്നൊരു മറുപടി പറയുമ്പോൾ അതിന് മുമ്പ് ഒരു ക്യാ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അത് ക്വസ്റ്റ്യനായി മാറും. ഉത്തരമായി വരുന്ന ഒരു വാക്യത്തിൻ്റെ മുമ്പിൽ മാത്രമേ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദ്യമാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. പിന്നെ മുദക്കർ മുഅന്നസ്, സ്ത്രീ പുരുഷൻ, ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാത്തവരുണ്ടാകും. അതും കൂടി പറയാണ്. നമുക്ക് മുദക്കർ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ചോട്ട. ചോട്ട എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്, ചെറിയ. ചോട്ട ബച്ച, ഇതൊരു ചെറിയ കുട്ടിയാണ്. പിന്നെ ചോട്ടേ എന്ന് പറഞ്ഞാൽ ബഹുവചനമാവും. ചോട്ടെ ബച്ചോഹും, ഇത് കുറേ ചെറിയ കുട്ടികൾക്ക് ചോട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ മുഅന്നസ് ആകുമ്പോൾ ചോട്ടി എന്ന് പറയും. അതുപോലെ തന്നെ ബഹുവചനം, മുഅന്നസ് ബഹുവചനം ആകുമ്പം ചോട്ടിയാം എന്നും പറയും. ഒന്നുകൂടി പറഞ്ഞുതരാം. ചോട്ട, ചോട്ടെ, ചോട്ടി, ചോട്ടിയാം. മനസ്സിലായല്ലോ? ബച്ച, ബച്ചെ, ബച്ചി, ബച്ചിയാം. ഇങ്ങനെ എന്ത് ചെയ്യും? ബഹുവചനമാകുമ്പോൾ മാറും. വോ ചോട്ടി ഹേ, സ്ത്രീ ആകുമ്പോൾ വോ ചോട്ടി ഹേ, അവൾ ചെറിയ കുട്ടിയാണ്. വോ ചോട്ടി ഹേ, വോ എന്നുള്ള ഇവിടെ സാർ എഴുതി കൊടുത്ത് ചെറിയ തെറ്റുണ്ട്. ഇവിടെ ഇതേപോലെ വരും. ചോട്ടിയാം എന്നാ പറയുന്നുണ്ട്. പിന്നെ
തൂ ചോട്ടി ഹേ. പിന്നെ വോ ചോട്ടാ ഹേ, വോ ചോട്ടേ ഹൈ, തൂ ചോട്ടാ ഹേ, ഇങ്ങനെ വരും. ഇനി മറ്റേ നമ്മൾ കാ കേ കി എവിടെ ഉപയോഗിക്കുക എന്ന് പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ബന്ധിപ്പിക്കുന്ന വാക്കുകളാണത്. ഇത് സൽമാൻ്റെ പേനയാണെന്ന് പറയുമ്പോൾ സൽമാൻ ക, സൽമാൻ കി, സൽമാൻ കോ. അപ്പം കാ കേ കി ഇത് എവിടെ ഉപയോഗിക്കുക? കാ കേ കിയുടെ ഉപയോഗമാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്നാമത്തെ പോയിന്റ്. ഈ കാ കേ കിയുടെ അർത്ഥം ൻ്റെ, ഡേ, ഉള്ള എന്നൊക്കെ അർത്ഥം. സൽമാൻ്റെ അല്ലെങ്കിൽ സൽമാനുള്ള, അവനിലെ എന്നൊക്കെ കാ കേ കി അങ്ങനെയാണ് അർത്ഥം വരിക. അപ്പം കാ കേ കി എന്നതിന് ശേഷം വരുന്ന വാക്ക് മുഅന്നസ് ആണോ മുദക്കറാണോ എന്ന് നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുക. നോക്കൂ, ഇവിടെ ഒരു സെന്റൻസ് ഉണ്ടല്ലേ, ഖാലിദ് മുഹമ്മദ് കാ ബേട്ടാ ഹേ. അപ്പൊ ഈ കാ എന്നുള്ളതിന്റെ ശേഷമുള്ള വാക്ക് കാ എന്നുള്ളതിന്റെ ശേഷം ഇവിടെ ബേട്ട എന്ന് വന്നത്. അപ്പൊ ഇത് മുദക്കറാണെങ്കിൽ ഈ കാ എന്നുള്ളത് മുദക്കറിന്റെ കാ എന്ന് കൊടുക്കണം. ഇത് മുഅന്നസ് ബേട്ടി എന്നാണെങ്കിൽ ഇവിടെ കി എന്ന് കൊടുക്കണം. ഇനി ഇവിടെ ജം ആണെങ്കിൽ ഇവിടെ കെ എന്ന് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? നോക്കൂ, ഒന്നുകൂടി പറയാം. ഫാത്തിമ മുഹമ്മദ് കി ബേട്ടി ഹേ എന്ന് പറയാൻ കാരണം ബേട്ടി എന്നുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അതിന് മുമ്പ് കാ വന്നപ്പോൾ എന്ത് ചെയ്തു? കി എന്ന് വന്നു. അപ്പം ശേഷമുള്ളത് മുദക്കറാണെങ്കിൽ കാ എന്നും, ശേഷമുള്ളത് മുഅന്നസ് ആണെങ്കിൽ കി എന്നും, ശേഷമുള്ളത് ജം ആണെങ്കിൽ കെ എന്നും ഉപയോഗിക്കും. കാ കെ കി എന്നുള്ളത്. ഇനി നോക്കൂ, ഉദാഹരണങ്ങളോട് നോക്കാം. ഖാലിദ് മുഹമ്മദ് കാ ബേട്ടാ ഹേ. ഖാലിദ് മുഹമ്മദിന്റെ കുട്ടിയാണ്, ആൺകുട്ടിയാണ്. ബേട്ട എന്നുള്ളത് മുദക്കറായതുകൊണ്ട് അതിന് മുമ്പ് കാ കൊടുത്തു. നോക്കൂ, ഏകവചനം പ്ലസ് പുല്ലിംഗം ആകുമ്പോൾ കാ എന്ന് പറയും. ഖാലിദ് മുഹമ്മദിന്റെ മകനാകുന്നു. ഇത് അസ്ലമിന്റെ പേനയാകുന്നു. അസ്ലം കാ കലം ഹേ. മറ്റൊരുദാഹരണം നോക്കൂ, ഫാത്തിമ മുഹമ്മദ് കി ബേട്ടാ ഹേ. കീനെ കുറിച്ച് പറയുന്നുട്ടാ. ഫാത്തിമ മുഹമ്മദ് കി ബേട്ടി ഹേ. അപ്പൊ ബേട്ടി എന്നുള്ള പെൺകുട്ടി അതുകൊണ്ട് കി ഉപയോഗിച്ചു. അപ്പം ഏകവചനം അല്ലെങ്കിൽ ബഹുവചനം ഏതാണെങ്കിലും പ്ലസ് സ്ത്രീലിംഗം വരികയാണെങ്കിൽ കി ഉപയോഗിക്കും. പിന്നെ ഖാലിദ് ഔർ അഹമ്മദ് മുഹമ്മദ് കെ ബേട്ടെ ഹേ. ഇവിടെ ബേട്ടെ എന്നുള്ളത് എന്താണ്? ബഹുവചനാണ്. രണ്ടുപേരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ബേട്ടെ ആൺകുട്ടികൾ എന്നുള്ളത് ബഹുവചനം ആയതുകൊണ്ട് കെ എന്ന് ഉപയോഗിച്ചു. അപ്പം ബഹുവചനം പ്ലസ് പുല്ലിംഗം എന്താണ്? കെ എന്നാണ്. അപ്പോൾ പുല്ലിംഗമായ ബഹുവചനത്തിൻ്റെ കൂടെ ക എന്ന് വരും, ബഹുവചനമായ പുല്ലിംഗത്തിൻ്റെ കൂടെ കെ എന്ന് വരും. സ്ത്രീ പുല്ലിംഗമാണെങ്കിലും ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും കെ എന്നും അല്ല കി എന്നും വരും. അത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ പർ, മേം, സേ എന്നൊക്കെ എവിടെ ഉപയോഗിക്കും? മേശപ്പുറത്ത്, ഓൺ ദി ടേബിൾ എന്നാണോ, അതുപോലെ തന്നെ ഇൻ ദ ടേബിൾ എന്നാണോ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാറുണ്ടല്ലോ. ഇൻ ദി ടേബിൾ ആണോ, ഓൺ ദ ടേബിൾ ആണോ, അറ്റ് ദ ടേബിൾ ആണോ? ഇതേപോലെ ഉറുദുവിൽ പറയുന്നതാണ് പർ, മേം എന്നൊക്കെ ഉള്ളത്. പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്ത്. കുർസി പർ, കസേരയുടെ മേൽ. എന്നാൽ മേസ്, മേശക്ക് എന്താ പറയുക? മേസ്. മേസ് മേം എന്നാണോ, മേസ് പർ എന്നാണോ? മേശമേൽ എന്നുള്ളതിന് മേസ് മേം എന്നാണോ, മേസ് പർ എന്നാണോ? അപ്പം എപ്പോഴും പലപ്പോഴും നമുക്ക് തെറ്റുന്നൊരു കാര്യമാണ് പർ എന്നുള്ളതും മേം എന്നുള്ളതും എവിടെ ഉപയോഗിക്കണം? ഇന്ന്, ഓണ് എന്നൊക്കെ ഉള്ളത് ഉപയോഗിക്കുന്ന പോലെ. നോക്കൂ, ഈ മേം എന്നത് ഉപയോഗിക്കേണ്ടത് മസ്ജിദ് മേം, മദ്രസ മേം, ഗർ മേം, ഖുർആൻ മേം, കേരള മേം. ഇപ്പം പള്ളിയിൽ, മദ്രസയിൽ, വീട്ടിൽ, ഖുർആനിൽ, കേരളത്തിൽ ഇങ്ങനെയൊക്കെ വരും. എന്നാൽ പർ ഉപയോഗിക്കുമ്പോൾ മേലെ, മുകളിൽ എന്നാണ് അർത്ഥം വരിക. മേസ് പർ, മേശപ്പുറത്ത്. പിന്നെ കുർസി പർ, കസേരമേൽ. കിതാബ് പർ, കിതാബിന് മുകളിൽ. ചുരുക്കി അത്രേ ഉള്ളൂ. നമ്മൾ മേം എന്നുള്ളത് ഉള്ളിൽ എന്നുള്ളതിനാണ് പറയാ. ഇന്ന്, അണ്ടർ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അറ്റ്, ഓൺ എന്നൊക്കെ ഉള്ളതിന് എന്ത് പറയും? പർ എന്നുള്ളതും നമ്മൾ പറയും. പിന്നെ നിന്ന്, മുതൽ, കാൾ, കൊണ്ട്, ഓട് എന്നൊക്കെ സേ എന്ന് ഉപയോഗിക്കുക. സേ എവിടെ ഉപയോഗിക്കുക എന്ന് പലപ്പോഴും നമുക്ക് സംശയമാവാറുണ്ട്. അപ്പം നിന്ന്, മുതൽ, കാള്, കൊണ്ട്, ഓട് ഇത്രയും കാര്യങ്ങൾക്ക് സേ ഉപയോഗിക്കുക. നോക്കൂ, ഖാലിദ് പള്ളിയിൽ നിന്ന് വരുന്നു. ഖാലിദ് മസ്ജിദ് സേ ആത്താ ഹേ. ഖാലിദ് മസ്ജിദ് സേ പള്ളിയിൽ നിന്ന് വരുന്നു. ആത്താ ഹേ വരുന്നു. പിന്നെ മേം മലപ്പുറം സേ കാലിക്കറ്റ് തക്ക് ചലാഹേ. ഞാൻ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെ പോവുകയാണ്. കണ്ടോ? ഇപ്പം ഞാൻ മലപ്പുറം മുതൽ. ഇപ്പം സേ എന്നുള്ള എന്ത് ചെയ്ത്? ഇവിടെ മുതൽ നായി, ഇവിടെ നിന്നായി, രണ്ടർത്ഥമായി. പിന്നെ ജാസിം അജ്മൽ സേ ബഡാഹേ. ജാസിം അജ്മലിനേക്കാൾ വലുതാണ്. അജ്മലിനേക്കാൾ വലുതാണ്. അപ്പം അജ്മൽ സേ എന്നുള്ള ഇവിടെ കാൾ എന്നർത്ഥം വന്നു. പിന്നെ വോ കലം സേ ലിഖ്താഹേ. അവൻ പേന കൊണ്ട് എഴുതുന്നു. ഇവിടെ കൊണ്ട് എന്നർത്ഥമായി. പിന്നെ മേംനെ കബീർ സേ പൂച്ച. ഞാൻ കബീറിനോട് ചോദിച്ചു. അപ്പം സേ എന്നുള്ള ഇവിടെ നോട് എന്നായി. അപ്പോൾ നിന്ന്, മുതൽ, കാള്, കൊണ്ട്, ഓട് ഈ അർത്ഥങ്ങൾക്കെല്ലാം സേ ഉപയോഗിക്കും.
അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഉറുദുവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പറയാനുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എല്ലാവരും ഇത് ശരിക്കും പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ജുംല ഉണ്ടാക്കുമ്പോഴും അപ്പോൾ എന്തുണ്ടാക്കുമ്പോഴും വളരെ കോൺഫിഡൻസോട് കൂടി ഒരു തെറ്റുമില്ലാതെ ഇതാ എല്ലാവർക്കും വിജയാശംസകൾ.